ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കു പുഡിങ്ങിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പൊ ചിക്കുവിന്റെ സീസൺ ആണല്ലോ, അപ്പൊ എല്ലായിടത്തും ചിക്കു സുലഭമായി കിട്ടും. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി 7 ചിക്കു ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കു എടുക്കുമ്പോൾ നല്ല പഴുത്ത ചിക്കു തന്നെ എടുക്കണം, അല്ലെങ്കിൽ ചവർപ്പുണ്ടാവും. ചിക്കു നന്നായി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ചിക്കു ചെറിയ പീസായി കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഇത് 25 ഗ്രാമിന്റെ പാക്കറ്റ് ആണ്. അപ്പൊ 25 ഗ്രാം നമുക്ക് വേണ്ട, നമുക്ക് 8 ഗ്രാം മതി. 1/2 ലിറ്റർ പാലിന് 8 ഗ്രാം ചൈന ഗ്രാസ് എടുത്താൽ മതി. അപ്പൊ ഇത് 3 പാർട്സ് ആയി കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ഭാഗം മാത്രം മതി നമുക്ക്. അപ്പോൾ ചൈന ഗ്രാസ് വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ 25 ഗ്രാമിന്റെ പാക്കറ്റ് ആണെങ്കിൽ 3 പാർട്സ് ആയി കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ നമ്മൾ 1/2 ലിറ്റർ പാൽ ഉപയോഗിച്ചുണ്ടാക്കുമ്പോൾ അതിൽ ഓരോ പാർട്സ് എടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 8 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 8 ഗ്രാം ചൈന ഗ്രാസ് 1 കപ്പ് വെള്ളത്തിലാണ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത്. അതുപോലെ മെൽറ്റ് ചെയ്യാനും ഈ 1 കപ്പ് വെള്ളം മതിയാകും. അപ്പം നമുക്ക് ഈ 8 ഗ്രാം ചൈന ഗ്രാസ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് സമയത്തേക്ക് നമുക്ക് കുതിർക്കാൻ വേണ്ടി വെക്കാം. നമ്മളിങ്ങനെ 10 മിനിറ്റ് നേരത്തേക്ക് ചൈന ഗ്രാസ് കുതിർക്കാൻ വെച്ചാൽ ഇത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇതിങ്ങനെ കുതിർക്കാൻ വെക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചൈന ഗ്രാസ് ഒക്കെ നന്നായി സോക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെക്കുന്ന അതേ സമയം തന്നെ നമ്മൾ പാലും കാച്ചിയെടുക്കണം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൈന ഗ്രാസ് ഇപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ അടുപ്പിൽ നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് ചൈന ഗ്രാസ് പൂർണ്ണമായും മെൽറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റായി വന്നിട്ടുണ്ട്, പാൽ ഇവിടെ തിളച്ചും വരുന്നുണ്ട്. അപ്പോൾ ഈ ചൈന ഗ്രാസ് കുറേശ്ശെയായി നമ്മൾ ഇതിൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്താൽ മതിയാകും. കുറേശ്ശെയായി ഒഴിച്ച് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ചൈന ഗ്രാസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പാൽ ഒത്തിരി തിളപ്പിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അമൂലിന്റെ മിഠായി മേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒഴിച്ചു കൊടുക്കുന്ന അതേ സമയം നമ്മൾ നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ മതി. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ചിക്കുവിൻ്റെ പ്യൂരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കാതെ വേണം കേട്ടോ ചിക്കു പ്യൂരിയാക്കി എടുക്കാൻ. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കുവിൽ തന്നെ നല്ല മധുരം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആകെ 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കു ചേർത്ത് കൊടുക്കണം. നമ്മുടെ പുഡിംഗ് ഒക്കെ റെഡി ആയി കഴിഞ്ഞ് നമ്മളിത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ചിക്കു ഇങ്ങനെ കടിക്കുമ്പോൾ ചിക്കുവിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫ്ലേവർ ആണല്ലോ. അപ്പോൾ ചിക്കു വെച്ച് എന്ത് ഡെസേർട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ പുഡിംഗ് ട്രേ ഒന്ന് ഓയിൽ വെച്ച് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുഡിംഗ് സെറ്റായി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വിട്ടു പോകുന്നോളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഒരുപാടൊന്നും ഓയിൽ പുരട്ടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ നല്ല ഫ്ലവർ ടൈപ്പിലുള്ള 2 പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് പാത്രത്തിൽ നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെയാണ് ഞാനിപ്പോൾ ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഒരു 5 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. അപ്പോഴേക്കും നമ്മുടെ പുഡിംഗ് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അതുവരെ നമുക്കിത് പുറത്ത് തന്നെ വെക്കാം. 5 മണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ പുഡിംഗ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു നൈഫ് ഉപയോഗിച്ച് ഇതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പുഡിംഗ് ട്രേയിൽ നിന്ന് വിട്ടു പോന്നോളും. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ട്രേയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് സോസാണ്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് സോസ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഗാർണിഷ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ പുഡിംഗ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ അടിപൊളി ചിക്കു പുഡിംഗ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്